ഷുഗർ അടിച്ചല്ലേ അങ്ങ് ഓഞ്ഞു പോയല്ലോ. ഞാൻ പറഞ്ഞു ഷുഗർ അല്ല, ഞാൻ ആളെ കൊച്ചാക്കരുത്, ക്യാൻസർ പേഷ്യൻറ്റ്. ആൾക്കാരൊന്നും കിടിക്കി പോയിട്ട് എൻ്റെ മറുപടി എടുക്കും. ക്യാൻസർ എന്ന് വെച്ചാൽ പേടിച്ച് പിന്മാറിയിട്ട് കാര്യമില്ല. ഇത്രയും ക്യാൻസർ പോയി ചാവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് ഞാൻ പിടിച്ച് നിന്നില്ലേ. അതുപോലെ ഇത് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് എനിക്ക് അറിയാൻ വേണ്ടി ലിസി എന്നെ വിളിച്ചു പറയാറ്, രാജചേട്ടൻ ഒരു പോരാളിയാണ്, യു ആർ എ ഫൈറ്റർ. ഈ രോഗം വന്നൊന്നും കണക്കാക്കണ്ട, അതിന് ഫൈറ്റ് ചെയ്യണം. മമ്മൂട്ടി എൻ്റെ തന്നെ, നീ ഫൈറ്റ് ചെയ്യണടാ, നീ ഫൈറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ അസുഖം വന്നപ്പോഴും വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എൻ്റെ വാങ്ങി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം, നിങ്ങളാണ് നമ്മുടെയൊക്കെ ഒരു ധൈര്യം, ഫൈറ്റ് ചെയ്യണം. നമ്മൾ പേടിച്ച് വീട്ടിൽ പുതച്ച് കിടന്നാൽ അതവിടെ തീർന്നതാണ്. നമ്മൾ പഴയതിനേക്കാളും ആക്റ്റീവ് പോവുക. ചിലർക്ക് അസുഖം വന്നത് വെളി പറയാൻ മടിയൊക്കെ. ഇന്നലെ അതൊരു റിയാലിറ്റിയാണ്, വെളി പറയാൻ ഭയങ്കര മടിയാണ്. അതായത് അതുമൂലം ജീവൻ വരെ നഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് നമ്മളിപ്പോൾ RCC, ട്രിവാൻഡ്രത്തെ ക്യാൻസർ ട്രീറ്റ്മെന്റ് സെന്റർ ആണ് RCC. പക്ഷേ നമ്മുടെ തിരുവനന്തപുരത്ത് എനിക്ക് പരിചയമുള്ള പലരും ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ വന്നാൽ RCC പോവില്ല, മെഡിക്കൽ കോളേജിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുക. അതെന്തിനാണ്? RCCയിൽ പോകുന്നതെന്ന് പറയാനുള്ള നാണക്കേട്, 4 പേര് അറിഞ്ഞാലൊരു നാണക്കേട്. അങ്ങനെ വെളിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയി ട്രീറ്റ്മെന്റ് ചെയ്ത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് അവരവിടെ നിന്ന് പേര് വെട്ടി വിടുമ്പോഴത്തേക്ക് പോയി RCC പോകും. ലാസ്റ്റ് സ്റ്റേജിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അറപ്പുള്ള രോഗമായിട്ട് തോന്നി? അവർക്ക് ഡയറക്റ്റ് RCC പോകാൻ, അല്ലെങ്കിൽ 4 പേരോട് ഞാൻ RCCയിലാണ് പോകുന്നത് എന്ന് പറയാൻ മടിക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ അറിവിലൊരു ആളുണ്ട്, എൻ്റെ ഫാമിലിയിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്കൊരു അറിവുണ്ട്. അപ്പോൾ എൻ്റെ അറിവിൽ മറ്റൊരാൾക്ക് ക്യാൻസർ വന്നപ്പോഴത്തേക്ക് അയാളോട് പറഞ്ഞു, നിങ്ങൾ RCC പോകും, ചുമ്മാ നടന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, RCC തന്നെ പോകും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞത്, RCC പോയാൽ അവിടെ ചെന്ന് കയറിയ പിന്നെ ശവമാറ്റിയെ പുറത്തിടുന്നു. ഇവൻ എത്ര വിവരമുണ്ട്. സംഭവിക്കാൻ പോകുന്നത്, ഇവൻ ഇങ്ങനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവർ പൈസ ഊറ്റി അവസാനം ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് അവർ RCCയിലോട്ട് വിടും. അവിടെ പോയി അവിടെ നിന്ന് നരകിച്ച് മരിക്കുന്നതാണ് ഈ കാണുന്ന ഈ ശവമായി പുറത്തുകൊണ്ട് വരുന്നത്. അല്ലാതെ എത്രയോ ആൾക്കാർ RCCന്ന് ഫൈറ്റ് ചെയ്ത് തിരിച്ചു വന്നിട്ടുണ്ട്. രണ്ടാമത് ഇയാൾ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ക്യാൻസർ ഫൈറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്യാൻസർ രോഗം വന്ന് ഫൈറ്റ് ചെയ്ത് ആ രോഗം മാറി വന്ന ആൾക്കാർ പുതിയ ആൾക്കാരായിരിക്കും. അതിനു മുമ്പ് ഏത് രീതി എത്ര നെഗറ്റീവ് പേഴ്സൺ ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് വന്ന് കഴിയുമ്പോൾ അവർ ന്യൂ പേഴ്സൺ ആയിട്ട് വരുന്ന കാണാം. ക്യാൻസർ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു മഹത്തായ അസുഖം എന്ന് വേണം പറയാൻ. ഈ വീഡിയോ കാണുന്നവരിൽ നിങ്ങളെ ബന്ധുക്കളിൽ നിങ്ങൾക്കോ ക്യാൻസർ വന്നാൽ അത് 4 പേർക്ക് തുറന്നു പറയാ, എനിക്ക് ക്യാൻസറാണ്, ഞാൻ ഫൈറ്റ് ചെയ്യുന്നു. അതൊരു പ്രൗഡാണ്. ഉദാഹരണം നോക്കുക, നമുക്ക് യുവരാജ് സിംഗ് ഒന്ന് ആലോചിക്കുക, അങ്ങേര് ക്യാൻസർ ഫൈറ്റ് ചെയ്ത് വന്ന് പെർഫോം ചെയ്യേക്കും. ഇതുപോലുള്ള ഇഷ്ടം പോലെ സ്റ്റാറുകളുണ്ട്. നമുക്ക് ക്യാൻസർ ഒളിച്ചു വെക്കേണ്ട അസുഖമല്ല, അത് തുറന്നു പറയേണ്ട അസുഖമാണ്, അത് ഫൈറ്റ് ചെയ്യേണ്ട അസുഖമാണ്, അത് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ട അസുഖമാണ്. മനസ്സിലായില്ലേ?